വാങ്ങിയിട്ട് ഞാൻ ചായ ഇങ്ങട്. നീ എന്താ പുതിയ പാവിന് ഓർഡർ ചെയ്തു? പാവയല്ല, പാപിയായ നിന്റെ അച്ഛൻ. ഞാൻ ബോറടിച്ചിരുന്നപ്പോഴാണ് നിന്റെ അച്ഛൻ വന്നത്. ഞാൻ ഗ്യാസ് ഓഫ് ഇട്ട് വരാൻ കേട്ടോ, എന്നിട്ട് മുടി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തരാം. നിന്റെ ഭ്രാന്ത് വല്ലതും ആയ? അറിയാണ്ട് ഇവനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വിഷമം എന്താന്ന് ഇവൻ അറിയില്ല. അന്ന് ഇവൻ ജോലി നിർത്തിയിട്ട് എന്നെ പണിക്ക് വിട്ടു തുടങ്ങി. സോനു, ആ പാത്രം ഒന്നൊന്ന് കഴുകി തരണേ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നോളൂ, ഈ പാത്രം കൂടെ കഴിവണം. ഇതുപോലെ ആയിരുന്നു ഞാനും. ജോലി കഴിഞ്ഞ് വരുന്നു, പാത്രം കഴിവുന്നു, തറ അടയ്ക്കുന്നു. നാളെ 7 മണിക്ക് ഓഫീസിൽ പോണ ഇൻസ്പെക്ഷൻ ഉള്ളതാ. അയ്യോ സോനു, ഞാൻ രാത്രി സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രി 12 മണിക്ക് പോയിട്ട് രാത്രി 3 മണിക്ക് വരാം. അപ്പൊ ഉറക്കോ? ഉറക്കും 3-4 വർഷമായിട്ട് ഞാൻ ഉറക്കും എന്താന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാനേ പോയി ഗ്യാസ് തിളപ്പിച്ചിട്ട് അതിനകത്ത് പാലിട്ടിട്ട് അതിനകത്ത് കുറച്ച് തേയിലിട്ട് എന്ത് രസമുള്ള പണി. ഈ സൺഡേ കല്യാണത്തിന് പോവാനേ എന്റെ ഡ്രസ് ഒന്നും ഇല്ല. അപ്പൊ നീ പകരം വിട്ടു അല്ലേ? സോനു, ഇന്നത്തെ ഡേറ്റ് ഏതാന്ന് ഓർമ്മയുണ്ടോ? വെഡിങ് ആനിവേഴ്സറി അല്ലേ? വെഡിങ് ആനിവേഴ്സറി എന്നാണോ? 18, 20. ഞാൻ ജനിച്ച ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, EMI ഒക്കെയാ. 5 മിനിറ്റ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ സമയമുണ്ടോ? സംസാരിക്കാൻ പോകാം. ഹലോ സാർ, 5 മിനിറ്റ് ഞാൻ ഇപ്പൊ സംസാരിക്കാം. എല്ലാവരും പ്രാന്ത് പിടിപ്പിക്കാതെ. ഒരാഴ്ചത്തെ മുമ്പത്തെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കാം.